हाय बच्चों, नमस्कार। कैसे हैं? खुशी है ना? ओके। आज हमको नंगे पर कहानी के बाकी भाग देखें। देखिए പേജ് നമ്പർ 52. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കത്തെടുക്കാനായിട്ട് അവൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി വരികയാണ് അല്ലേ. പോസ്റ്റ്മാൻ വരുന്ന സൗണ്ട് കേട്ടിട്ട് അവൾ കട്ടിലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കൂ. വ ദർവാസെ पर पहुंची. वहाँ हाथ में टाक लिए पोस्टमैन खड़ा था. फर्श पर टाक फेंक कर अभी नहीं गया. वह दरवाजे पर, അവൾ എവിടെ എത്തി? ദർവാസെ पर पहुंची, ദർവാസയിലെത്തി, വാതിൽക്കലെത്തി. വഹാം ഹാത്തുമേ, അവിടെ കയ്യിൽ ടാക്കിലിയെ പോസ്റ്റ്മാൻ ഘടാത, എങ്ങനെയുള്ള പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു? ടാക്കിലിയെ, കത്തുമായിട്ട് പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർഷ് പർ ടാക്ക് ഫേങ്കർ അബി ഗയാ നഹീന്ത. ഫർഷ് പർ, ഫർഷ് മീൻസ് ഫ്ലോർ, ഫ്ലോറിലെ ടാക്ക് ഫേങ്ക് കർ, ടാക്ക് എറിഞ്ഞിട്ട് അബി ഗയാത, പോയിട്ടുണ്ടായിരുന്നില്ല. അബി ഗയാ നഹീന്ത, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, നിലത്തിട്ടിട്ട് അയാൾ പോയിട്ടുണ്ടായിരുന്നില്ല. सीटियों के ऊपर होकर उसने हाथ बढ़ाया. उसने ध्यान दिया कि आज पोस्टमैन दूसरी ही है. सदा का वह धाड़ी वाला पोस्टमैन नहीं है. बच्चों के से चेहरे वाला एक नया पोस्टमैन है. സീറ്റിയോं के ऊपर, സീറ്റി മീൻസ് സ്റ്റെപ്പ്, സ്റ്റെപ്പുകളുടെ മുകളിൽ ഹോക്കർ, മുകളിലൂടെ, ഉസ്നെ ഹാത്ത് ബടായ, അവൾ കൈ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയ, അവളെ ധ്യാൻ ലിസൺ, ശ്രദ്ധിച്ചു അല്ലേ. കി ആജ് പോസ്റ്റ്മാൻ ദൂസരി ഹേ, അവൾ സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ കൈ നീട്ടി. അപ്പോൾ ഉസ്നെ ധ്യാൻ ദിയ, അവൾ ശ്രദ്ധിച്ചു. ആജ് പോസ്റ്റ്മാൻ ദൂസര ഹി ഹേ, ഇന്നത്തെ പോസ്റ്റ്മാൻ ദൂസര, വേറൊരാളാണ്. സദാക്ക, സാധാരണ ഉണ്ടാകുന്ന. ബഹു ദാടിവാല പോസ്റ്റ്മാൻ നഹി ഹേ, ആ പ്രായമായ ദാടിവാല, അതായത് താടിയുള്ള പോസ്റ്റ്മാൻ നഹി ഹേ, അദ്ദേഹമല്ല. ബച്ചോം കെ സേ ചേഹരേവാല, കുട്ടികളെ പോലെയുള്ള ചേഹര ഫേസ്, കുട്ടികളെപ്പോലെ മുഖമുള്ള एक नया പോസ്റ്റ്മാൻ ഹേ, എന്താണ്? കുട്ടികളെ മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാനാണ് എന്ന് ആണ്. അപ്പോൾ കത്ത് വാങ്ങിച്ചപ്പോഴാണ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവൾക്ക് അത് മനസ്സിലായത് അല്ലേ. उसने एक नज़र बेबी के पैरों की ओर देखा. उसे शायद धक्का सा लगा. उसने टाक बेबी के हाथ में दे दी. बूढ़े पोस्टमैन की तरफ इस पोस्टमैन ने उसने कोई बात न की. माम के हाथ में टाक देखकर बेबी पीछे की ओर मुड़ी और बड़ी कुर्सी पर बैठकर बोली, माम आज का पोस्टमैन नया था. देखो, उसने एक नज़र बेबी के पैरों की ओर देखा. और उसने, അദ്ദേഹം, एक नज़र, ഒരു ദൃഷ്ടി, അതായത് ഒരു നോട്ടം, ബേബി കെ പൈരോ കി ഓർ ദേക്ക, അദ്ദേഹം എവിടേക്ക് നോക്കി? ബേബിയുടെ കാലിലേക്ക് നോക്കി. ഉസ്നെ ഷായദ്, ഉസേ, അദ്ദേഹത്തിന്, ഷായദ്, ഒരു പക്ഷേ, ധക്ക സലക, അദ്ദേഹത്തിനൊരു ആഘാതം പോലെ തോന്നി. ഉസ്നെ ടാക്ക് ബേബി കെ ഹാത്ത് മേ ദീദി, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ടാക്ക്, ആ ലെറ്റർ ബേബിയുടെ ഹാത്തിലേക്ക് ദീദി, നൽകി. बूढ़े पोस्टमैन की तरह इस पोस्टमैन ने उससे कोई बात न की. बूढ़े पोस्टमैन की तरह, ആ പ്രായമായ പോസ്റ്റ്മാൻ്റെ പോലെ, ഈ പോസ്റ്റ്മാൻ ഉസ്സെ, അവളോട്, കോയി ബാത്തിനക്കി, ഒന്നും സംസാരിച്ചില്ല, യാതൊന്നും സംസാരിച്ചില്ല. മാം കെ ഹാത്ത് ദേക്കർ, അവൾ എന്ത് ചെയ്തു? മാം കെ, അമ്മയ്ക്ക്, ഹാത്ത് കയ്യിൽ, ടാക്ക് ദേക്കർ, എന്ത് കൊടുത്തു? കത്ത് കൊടുത്തിട്ട്. ബേബി പീച്ചേക്ക് ഓർ മുടി, അവൾ പിന്നിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ബഡി കുർസി പർ ബൈഠ്കർ ബോലി, വലിയ ആ ചെയറിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞു, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാദ, ഇന്നത്തെ പോസ്റ്റ്മാൻ ആരായിരുന്നു? പുതിയതായിരുന്നു. നയാ വ്യക്തിദ എന്ന് പറഞ്ഞു. ഉസ് സമയം മാംനെ തോ ഇസ്മേ ആശ്ചര്യ കി കോൺ സി ബാത്ത് ഹേ, ബദൽ ഗയാ ഹോഗ. അപ്പം അമ്മ എന്താ പറഞ്ഞത്? തോ, എങ്കിൽ, ഇസ്മേ ആശ്ചര്യക്ക് കോൺ സി ബാത്ത് ഹേ, ഇതിൽ ഇത്ര ആശ്ചര്യപ്പെടാനുള്ള കാര്യം എന്താ? ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു? ബദൽ ഗയാ ഹോഗ, എന്താണ്? മാറിയിട്ടുണ്ടായിരിക്കാം, അതായത് സ്ഥലം മാറി വന്നതായിരിക്കാം എന്ന് അമ്മ റിപ്ലൈ കൊടുക്കണം.
बेबी की माम ने बालमित्र का नया अंग बेबी के अंचल में रखा, फिर रेडियो बंद करके वह अपने कमरे में चली गई. ബേബി കി മാം, കുട്ടിയുടെ അമ്മ ബാലമിത്രത്തിൻ്റെ പുതിയ പതിപ്പ് അവളുടെ മടിയിലേക്ക്, അഞ്ചൽ മടിയിലേക്ക് വെച്ചു. എന്നിട്ട് ഫിർ റേഡിയോ ബന്ദ് കർക്കെ വ അപ്പനെ കമരമേ ചലി ഗയി. അവർ റേഡിയോ ഓഫാക്കിയിട്ട് തൻ്റെ റൂമിലേക്ക് പോയി. ദോപഹർമേം ബേബിക്കോ ഹമേശ അകേലാപ്പൻ ലഗ്ത. ഉച്ച സമയമാകുമ്പോൾ കുട്ടിക്ക് ഹമേശ എല്ലായ്പ്പോഴും അകേലാപ്പൻ, സോളിറ്റ്യൂഡ്, അതായത് ഒരു ഒറ്റപ്പെടൽ തോന്നുമായിരുന്നു ഉച്ചയാവുമ്പോഴേക്കും അവൾക്ക്. വ കിസ്കെ സാത്ത് ബാത് കരെ, അവൾ ആരോട് സംസാരിക്കും. കിസ്കെ സാത്ത് ഹസെ, അതുപോലെ തന്നെ അവൾ ആരോട് ചിരിക്കും എന്നൊക്കെയുള്ള ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. ഈ പ്രശ്ന സദാഹി ബനാരത്ത, ഈ ക്വസ്റ്റ്യൻ എപ്പോഴും അവശേഷിച്ചിരുന്നു, ഉണ്ടാവുമായിരുന്നു എന്ന്. അതായത് ആരോട് സംസാരിക്കും, ആരോട് ചിരിക്കും എന്നൊക്കെ അവൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിരുന്നു. ഐസേ ഹി സമയമേയും വ ബൂഡ പോസ്റ്റ്മാൻ ആ ജായ കർത്ത. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ബൂഡ പോസ്റ്റ്മാൻ, വൃദ്ധനായ പ്രായമായ പോസ്റ്റ്മാൻ ആ ജായ കർത്ത വന്നു പോയിരുന്നത്. വ ഹമേശ ജൽദി ഹി രഹത്ത, ഫിർ ബി കബി കബി ഖിഡ്കി തക്ക് ജാക്കർ ഡാൽ ദേത്ത. വ ഹമേശ, അദ്ദേഹം, ഹമേശ എല്ലായ്പ്പോഴും, അവർ എല്ലായ്പ്പോഴും തന്നെ ജൽദി ഹി രഹത്ത, ഇവർക്ക് എല്ലായ്പ്പോഴും തിടുക്കമായിരുന്നു, അതായത് പെട്ടെന്ന് വന്നു പോകുമായിരുന്നു, തിടുക്കക്കാരനാണെന്ന്, പെട്ടെന്ന് വന്നു പോകുമായിരുന്നു. ഫിർ ബി കബി കബി ഖിഡ്കി തക്ക് ജാക്കർ ടാക്ക് ദേത്ത. എന്നാലും അദ്ദേഹം എന്ത് ചെയ്യും, ഖിഡ്കി തക്ക്, ജനൽ വരെ, അല്ലേ, ജനൽ വരെ ജാക്കർ ടാക്ക് ദേത്ത, വന്നിട്ട് ടാക്ക് തരുമായിരുന്നു. ധൃതിയാണ്, എന്നാലും അദ്ദേഹം ജനൽ വരെ വന്ന് കത്ത് തരും. കോയിന കോയി പരിചിത് ആയാ ദേക്കർ ബേബിക്കോ അച്ഛാ ലഗ്ത. കോയിന കോയി, അതായത് ആരെങ്കിലും, പരിചയമുള്ള ആരെയെങ്കിലും, ആയാ ദേക്കർ വരുന്നത് കണ്ടാൽ, ബേബിക്കോ കുട്ടിക്ക് അച്ഛാ ലഗ്ത വളരെ സന്തോഷമാണെന്ന്. അപ്പോൾ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടലുണ്ട് ഉച്ച സമയമാകുമ്പോഴേക്കും, അതുകൊണ്ട് തന്നെ ആരെങ്കിലും കാത്തിരിക്കുകയാണല്ലേ അവൾ. അപ്പോൾ ഈ പോസ്റ്റ്മാൻ വരുന്നതാണെങ്കിൽ അദ്ദേഹം വളരെ തിടുക്കത്തിലാവും വരിക, എന്നാലും ജനൽ വരെ വന്നിട്ട് ടാക്ക് നൽകും. പിന്നെ ആരെങ്കിലും, പരിചിതരായ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കും. ആരെങ്കിലും കണ്ട അവൾക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, इसके बाद तीसरे दिन फिर पोस्टमैन की आवाज़ आई. टाक गिरने की आवाज़ नहीं सुनाई दी. चलती हुई बेबी अहाते में आई. पोस्टमैन अभी खड़ा था. बेबी की ओर देखकर वह मुस्कुराया. बेबी भी हंसी. टाक लेकर बेबी ने पूछा, क्या तुम नए पोस्टमैन हो? എന്താണ് इसके बाद, ഇതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഫിർ പോസ്റ്റ്മാൻ കി ആവാസ് ആയി. വീണ്ടും പോസ്റ്റ്മാൻ്റെ ആ സൗണ്ട് കേട്ടു, അല്ലേ, വരുന്ന ആ കാലടി സൗണ്ട് കേട്ടു. ടാക്ക് ഗിർനേക്ക് ആവാസ് നെഹി സുനായി ദി. എന്നാൽ കത്ത് വീഴുന്ന സൗണ്ട് തൊട്ട് നെഹി സുനായി, അത് കേട്ടതുപോലുമില്ല. ചൽത്തി ഹുയി ബേബി അഹാത്യമേ ആയി. അവൾ നടന്നുകൊണ്ട് എവിടെ എത്തി? ആ സിറ്റ് ഔട്ടിലേക്ക് എത്തി. പോസ്റ്റ്മാൻ ഹബി ഘടാദ, പോസ്റ്റ്മാൻ അപ്പോഴവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി കി ഓർ ദേക്കർ വ മുസ്കുരായ, കുട്ടിയെ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു. ബേബി ബി ഹസി, അവളും ചിരിച്ചു. ടാക്ക് ലേക്കർ ബേബിനെ പൂച്ച, ടാക്ക് കൊടുത്തിട്ട് അവൾ ചോദിക്കുകയാണ്, ക്യാ തും നയ പോസ്റ്റ്മാൻ ഹോ, നിങ്ങളെന്താ പുതിയ പോസ്റ്റ്മാൻ ആണോ എന്ന്. നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ എന്ന് ചോദിച്ചു. ഓ സമയ പോസ്റ്റ്മാനെ കഹ ജി ഹാം, അതെ ഞാൻ പുതിയ ആളാണെന്ന്. അപ്പോൾ ടാക്ക് ഫെങ്ക് കർ തും ചലേ ജായ കരോ, മുझे ആനെ മേ ദേർ ലഗ്തി ഹോ. കുട്ടി എന്താ പറഞ്ഞേ? ടാക്ക് ഫെങ്ക് കർ, നിങ്ങൾ ആ ലെറ്റർ അവിടെ ഇട്ടിട്ട് തും ചലേ ജായ കരോ, നിങ്ങൾ പൊയ്ക്കോളൂ, മുझे ആനേമേ, എനിക്ക് അവിടെ എത്താൻ സമയമെടുക്കും എന്ന് കുട്ടി പറഞ്ഞു. ഓക്കെ, പോസ്റ്റ്മാൻ ने बेबी के पैरों की ओर देखा और देर तक मौन रहा. പോസ്റ്റ്മാൻ കുറച്ച് സമയം ബേബിയുടെ കാലിലേക്ക് നോക്കി. ദേർ തക്ക്, അല്പസമയം അദ്ദേഹം മിണ്ടാതെ അങ്ങനെ മൗനനായിട്ട് നിന്നു, അല്ലേ. എന്നിട്ട് ഇസേ ലഡ്കിക്കോ ഭഗവാൻ നെ പയർ ക്യോം നിഹിം ദിയെ, ഈ പെൺകുട്ടിക്ക് ദൈവം എന്തേ ക്യോം നിഹിം ദിയെ, കാലുകൾ നൽകിയില്ല, കൊടുത്തില്ല. ഉസേ ലഗാ ഹോഗ, ഏസ ശായത് ഉസേ ലഗാ ഹോഗ, ഇപ്രകാരം അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിയിരിക്കാം, അല്ലേ. വ കുച്ച് ബോലാ നഹി, എന്നിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പർ ഉസ്കി ആങ്കോം സേ കുച്ച് ഹി ഭാവ് ചലക്ക്, പിന്നെ എന്താണ്, അയാളൊന്നും പറഞ്ഞതുമില്ല. എങ്കിലും ഉസ്കി ആങ്കോം സേ, അയാളുടെ കണ്ണുകളിൽ, കുച്ച് എഹി ഭാവ് ചലക്ക്, അയാളുടെ കണ്ണുകളിൽ ഇങ്ങനെയൊരു ഭാവം
ഛലക് തിളക്കം, ഇങ്ങനെയൊരു തിളക്കം നിഴലിച്ചിരുന്നു, ഇങ്ങനെയൊരു ഭാവം നിഴലിച്ചിരുന്നു. എന്തുകൊണ്ട് ദൈവം ഈ കുട്ടിക്ക് കാലുകൾ നൽകിയില്ല എന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ വായിച്ച് നോക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക, മീനിങ് എഴുതുക. ഓക്കെ.